ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും വെയിൽ കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്തിരിക്കും കേട്ടോ. ഇങ്ങനെ മഴ പെയ്യുമ്പോഴല്ലോ നമുക്ക് കൃഷി ചെയ്യാൻ ഇറങ്ങാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അതുപോലെ കീടങ്ങളുടെ ശല്യം എല്ലാം കൂടുതലാണ്. എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് ഓണമാകുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കുറേ സാധനങ്ങളുടെ നടിയിലാണ് ഇന്ന് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ അധികം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും കുറേ സാധനങ്ങൾ വിളവെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? ഇതേപോലെ നമുക്ക് വിളവെടുക്കണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുകൊണ്ടിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ ആദ്യം നടുന്നതെന്ന് പറയുന്നത് കുറച്ച് തക്കാളിയാണേ. അപ്പം കുറച്ച് തക്കാളി നട്ടിട്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന തക്കാളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം. വാ, ഇതാണ് നമുക്കിപ്പം നട്ടുപിടിപ്പിക്കാനുള്ള തക്കാളി. പല ഇനത്തിലുള്ള തക്കാളിയുണ്ട്. ഇത് നമ്മളുടെ സാധാരണ കറി വെക്കുന്ന തക്കാളി തന്നെയാണ്. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 3, 2, 5, 4, 9, 1, 10 എണ്ണമാണേ. അപ്പം ഞാൻ സാധാരണ നടുന്നത് അപ്പറേം ഇപ്പറേം ആയിട്ടാണ് നടാറ്. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കാൻ പോവാ ഒരു പുതിയ പരിപാടി. 2-3 എണ്ണം ഞാനൊന്ന് അടുപ്പിച്ച് നട്ടു നോക്കട്ടെ. ഇതിനകത്ത് നമ്മളെ അന്ന് ആ കമ്പോസ്റ്റൊക്കെ കൂടെ ഇട്ട് തൊണ്ടൊക്കെ ഇട്ട് തൊണ്ടായതേ നമ്മൾ വെള്ളമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആ വേനൽക്കാലത്ത് ചെയ്ത പണിയാണ്. എന്നാലും സാരമില്ല, നമ്മൾ അതിനകത്തോട്ട് ഇതിനെ അങ്ങോട്ട് നടാൻ പോവാണേ. അപ്പോൾ ഒരു 3 എണ്ണം ചേർത്തിട്ടാണ് നടുന്നത് കേട്ടോ. ആദ്യത്തെ കുഴിക്കകത്ത് 3 എണ്ണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം തക്കാളി നടുമ്പോൾ നമുക്കറിയാം എപ്പോഴും വളരെ താഴ്ത്തി നടണം. ഇതുപോലെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു വളവും ചെയ്യുന്നില്ല. പക്ഷെ വളമൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ വേസ്റ്റില്ലേ, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മണ്ണ് സെറ്റാക്കിയിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ മണ്ണ് സെറ്റാക്കുന്നതും നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. തൊണ്ട് നല്ലോണം നമ്മൾ വെച്ചിട്ടുണ്ട്, വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇത്രയും തക്കാളി ഇത്രയും സ്ഥലത്തോട്ട് നട്ടു. ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് ചുറ്റിനും മണ്ണ് കൂട്ടാനും വളം ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ അപ്പറേ ഇപ്പറേം ചെയ്താലും ഇത്രയും തന്നെ ഇതിനകത്ത് നടും. ഇനി ഇതെങ്ങനെയുണ്ട് വളരുമ്പം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് പയർ. നമ്മളിത് ഇവിടെ കൊടുക്കുന്ന 2 ഇനം പയറുകളാണ്. പച്ച നീളത്തിലുള്ള പയറും വയലറ്റ് പയറുമാണ്. ദൈ ഉണ്ടായി കിടക്കുന്നുണ്ടോ? കണ്ടോ? ഇതിൻ്റെ നീളം കണ്ടോ? ഇതേപോലെ നല്ല നീളത്തിൽ മുട്ടിനുണ്ടാകും. ഇതിപ്പോൾ നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ പറിച്ചെടുക്കേണ്ടതാണ്. ഈ പറിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ ഈ പയർ നിൽക്കുന്നത്. ഇതേപോലത്തെ ഒരു 10 പയറുണ്ടെങ്കിൽ നമുക്ക് തോരൻ വെക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ ഈ 2 പാത്രങ്ങളുണ്ട്. ഇവിടെ ഞാൻ വേറൊരാളെ കൊടുക്കുന്നത്. അപ്പം ഈ പാത്രത്തിനകത്ത് 1 ചൂട് പയറേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് പയറിൻ്റെ വിത്തുകൾ ഇടുന്നുണ്ട്, ഇതിനകത്തോട്ടും ഇടുന്നുണ്ട്. അപ്പം ഇത് ഞാനൊന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം. ഇതുണ്ട്, ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇവിടെ. നമ്മൾ ഇതുപോലെ പല രീതിയിൽ മണ്ണിൻ്റെ ഇളക്കം നിലനിർത്താൻ പാകത്തിന് മണ്ണ് സെറ്റാക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ തക്കാളി നട്ട് കാണിച്ചില്ലേ, ആ ഒരു രീതിയാണ് ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. എത്ര കണ്ട് വിജയിക്കും നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ മണ്ണിനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു മാറ്റുമല്ല, വകഞ്ഞിട്ടൊരു ചാല് കീറുക ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ആ ചാല് കീറിയിട്ട് അങ്ങോട്ട് മണ്ണിനെ ഞാനിങ്ങനെ മാറ്റി വെക്കുവാണേ. ഇച്ചിരി നന്നായിട്ട് ഇതിനകത്ത് മണ്ണുണ്ട്, അപ്പം എടുത്തു വെക്കാനും പാടാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ചാല് കീറുന്ന പോലെ കീറിയിട്ടാണ് ഇന്ന് പയർ അങ്ങോട്ട് നടാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോ, ഒരു വളവും ഇടുന്നില്ല, ഒരു കിളുത്ത് കയറട്ടെ. ഇതിനകത്ത് നല്ലോണം വളം ഉള്ളതാണ്, വളമുള്ള മണ്ണാണ്. ആദ്യം ഞാനിവിടെ കൊടുക്കുന്ന പച്ചപ്പയറാണേ. കുറച്ച് ഒരു 3-4 എണ്ണം വെച്ചിട്ട് 3 ചൂട് അത്രേ കൊടുക്കുന്നുള്ളൂ ഇപ്രാവശ്യം. കണ്ടോ, വെറുതെ കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ മഴ പെയ്യും, അപ്പോൾ അത് കുതിർന്നോളും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് പയർ ആ തടത്തിലും ഞാൻ നട്ടിട്ട് വരാവേ. ഇവിടെ അതുപോലെ നമ്മളിതേ ഒരു 3 ചൂട് വെണ്ടയും ഇതുപോലെ ഞാൻ പാത്തി എടുത്തിട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി വളം ഇട്ടിട്ട് സൈഡിൽ നിന്ന് മണ്ണിനെ അങ്ങോട്ട് കൂട്ടി കൊടുക്കണം. ഇപ്പം നമുക്കിതേ ഇവിടെ 2 ചുവട്, 1 ചുവട് പച്ചയും 1 ചുവട് ചുവപ്പും ആനക്കൊമ്പൻ വെണ്ടയുണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ വെണ്ട നട്ടിരുന്നത് അവിടെയാണ്. കണ്ടോ, അതിൻ്റെ വിളവ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വളമൊക്കെ ഇട്ട് കൂട്ടി മണ്ടയൊക്കെ മുറിച്ചു മാറ്റി പുതിയ ബ്രാഞ്ച് വരുവാണെങ്കിലാണ് കൂടുതൽ വിളവ് കിട്ടുന്നത്. അപ്പോഴത്തേക്കിന് നമുക്ക് ഇതേന്ന് കിട്ടാറായി തുടങ്ങും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്താലേ ഉള്ളൂ തുടർച്ചയായിട്ട് നമുക്ക് പച്ചക്കറി വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെണ്ടത്തൈ നട്ടു. ഇവിടെ 2 എണ്ണം ഉണ്ട്. അതുപോലെ അപ്പുറത്തെ പാത്രങ്ങളിലും വെണ്ടയാണ്. അപ്പം എല്ലാത്തിലും ഉണ്ടായി തുടങ്ങുമ്പോൾ നമുക്ക് വെണ്ടയുടെ ഷോർട്ടേജ്
കുറഞ്ഞു കിട്ടും. ഇപ്പം ഈ ജൂൺ മാസത്തിലെ ഇതേപോലുള്ള മഴയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് വഴുതന നടാം. അന്ന് ഞാൻ ഈ വഴുതന വിളവെടുത്തതാണ്. ഇതിൽ കുറച്ച് പിന്നെ അടുത്ത സെറ്റ് ഉണ്ടായി വരുന്നതാണ്. അതുപോലെ ഇതേ കെയിൽ ചീര ഇപ്പം നടാവോ എന്ന് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. കെയിൽ നടുന്നതിന് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും. കീടങ്ങളെ പിടിക്കാതിരിക്കാൻ ഒച്ചിൻ്റെ ശല്യം ഇപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഒച്ച കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന സാമ്പാർ വെള്ളരിയുടെ വിത്താണ്. അത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഏകദേശം എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. പക്ഷേ ചില സാധനങ്ങൾ ഇത് കണ്ടോ ഇതുപോലെ വെട്ടിക്കളയും കേട്ടോ. ഇങ്ങനെ വെട്ടിക്കളയാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാവേ. ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഈ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കാനും അതുപോലെ ഇത് കണ്ടോ ഇത് ചോളത്തിൻ്റെ വിത്തുകൾ കിളുത്തിരിക്കുന്നതാണ്, നമുക്ക് നട്ടുപിടിപ്പിക്കണം. അതുപോലെ ഇത് മത്തയാണ്, ഇതൊക്കെ ചോളത്തിൻ്റെ തന്നെ വിത്തുകളാണ് കേട്ടോ. ഇത് മണ്ട ഒടിഞ്ഞിട്ടുണ്ട് ചിലതിൻ്റെ, വരുമോയെന്നറിയാം. ഒക്കെ മാറ്റി നടണം ഇനി. പിന്നൊരു കാര്യമാണേ, ഇപ്പം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ദേ മുളച്ചത് നോക്കി ഞാൻ കടയിൽ നിന്ന് എടുത്തത്. എനിക്കിവിടെ അങ്ങനെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് മധുരക്കിഴങ്ങ് തിന്നാൻ അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ്. എന്നാലും നമുക്കൊന്ന് കിളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിളുത്തതിനെ കടയിൽ നിന്ന് നോക്കി എടുത്തതാണ്. ഇങ്ങനെ ഇരുന്നാൽ ഇതിൻ്റെ കിളിപ്പിക്കൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, അപ്പോൾ ഇതിനെ നമുക്ക് കിളിപ്പിച്ചെടുത്തിട്ട് വേണം നടാനേ. അപ്പോൾ ഞാൻ ഒന്നും നോക്കണ്ട, മുള ഇനി ഒടിഞ്ഞു പോകുന്ന സങ്കടം വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി വെക്കാം. ഒടിഞ്ഞു പോയാലും കുഴപ്പമില്ല, വേറെ കിളുത്ത് വന്നോളും. കുറച്ച് മണ്ണെടുത്തു, അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഈ മധുരക്കിഴങ്ങിൻ്റെ വെച്ചു. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ഞാനിവിടെ ഇടുന്ന മണ്ണെന്ന് പറഞ്ഞാലും പോട്ടിംഗ് മിക്സ് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പോട്ടിംഗ് മിക്സ് ആണ് ഇവിടെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത്. ഇപ്പം ആ കിഴങ്ങിന് ഒരു ശകലം പോലും കാണത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഇപ്പം ഈ സമയമായതുകൊണ്ട് ഒരു വെള്ളം ഒഴിക്കണ്ട, അവരവിടെ ഇരുന്ന് തന്നെ കിളുത്ത് വന്നോളും. ഇങ്ങനെ വെള്ളം ഒഴിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി, അവർ മുളച്ചു വരും. പിന്നെ ഇവിടെയൊക്കെ നടാനുള്ള സാധനങ്ങൾ ഇത് പീച്ചിലാണ്. ഇതിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നട്ടുപിടിപ്പിക്കണം. ഇവിടെ നട്ടുപിടിപ്പിക്കാൻ 2 ചുരക്ക വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി കൂടെ വളർന്നിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾ പറമ്പിലെ കൃഷി തുടങ്ങിയത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഒരു 1-2 സാധനം നടാനുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം നമുക്ക് നേരെ പറമ്പിലേക്ക് പോയിട്ട് വരാം. നമ്മളെ പറമ്പെന്ന് പറയുമ്പം കാടാന്ന് ഓർക്കണ്ട, കാട് തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഇവിടം. നമുക്ക് കുറേശ്ശെ നമ്മൾ തെളിച്ച് വന്നിട്ടുണ്ട്. തെളിച്ചിടത്തും കാട് വീണ്ടും വന്നു തുടങ്ങിയിരിക്കുക. അപ്പോൾ നമുക്കിതേ ഇന്ന് 2-3 സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതെന്നാക്കിയാന്ന് കാണിക്കാം, എവിടെ വെക്കുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയാൻ മേല. ഇതെന്നാന്നറിയോ, ഇതൊരു അകത്തിച്ചീരയാണേ. അതുപോലെ ഇത് ആഫ്രിക്കൻ മല്ലി. അപ്പോൾ നമുക്കിത് അവിടെ ഒരു തെളിച്ചമുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ഇതിനെ വെക്കാം. പോയേക്കാം അങ്ങോട്ട് ബാ. ഈ ആഫ്രിക്കൻ മല്ലിയാണേ. ഇത് നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിത്തുകൾ വീണിട്ട് ഇനി ഇത് കിളുക്കും, അല്ലെങ്കിൽ തന്നെ ചോട്ടിൽ നിന്ന് വേറെ പൊട്ടി ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ ചെത്തിയുടെ ചോട്ടിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ അരികു ചേർന്ന് അവർ നിന്ന് വളർന്നോട്ടെ. പിന്നെ മല്ലിക്കെന്ന് പറഞ്ഞാൽ അത് മുകളിൽക്കൂടെയാണ്, അതിൻ്റെ ഈ വിത്തുകളൊക്കെ വീണിട്ടാണല്ലോ കിളുക്കുന്നത്. ആകെപ്പാടെ ഇച്ചിരി ഇടയുള്ളൂ, അതുകൊണ്ടേ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പം ഇതിനകന്നെ ഇങ്ങനെ കുനിച്ചാൽ പോരും. അയ്യോ എല്ലാം കൂടൊക്കെ ദ്രവിച്ചതാ. വാ, എനിക്ക് പറ്റാത്തതുണ്ട്. ഞാനൊരു സഹായം ചോദിച്ചിരിക്കുക ഉണ്ടോ, അത് ഇങ്ങനെ അങ്ങോട്ടിടും. അപ്പം ഈ മഴ ആയതുകൊണ്ട് ചോട് പിടിച്ച് കിട്ടിയാൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ ഒരു മുരിങ്ങ ഒഴിച്ചു നോക്കും ഞാൻ. ഇവിടെ ഈ അകത്തിച്ചീര എവിടെ വെക്കുന്നത്? അകത്തിച്ചീര വെക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പന്തലിച്ച് നിർത്തണം. അപ്പം ഇതിലുണ്ടാകുന്ന പൂവും ഉയ്യോ കണ്ടോ, ഇതൊക്കെയാണ്. ഇതെവിടെ വെക്കും? പൂവുണ്ടാകും, പക്ഷെ എന്നിട്ട് നല്ല വെളിച്ചമുള്ളടുത്ത് വേണ്ടേ വെക്കാൻ. ഇതിൻ്റെ പൂവാ തോരൻ വെക്കുന്നത്. അവിടെയൊക്കെ ഇനി മാവ് കുറച്ച് വെക്കാനുള്ള. എന്നാൽ ഇവിടോട്ട് വെച്ചാലോ? എന്നാ കുഴി നമ്മളിതേ നട്ട മാവ് കണ്ടോ, അതിന് നാമ്പലകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷെ ഒരു ആരോഗ്യമായിട്ടില്ല. നമുക്ക് ഇച്ചിരി വളമൊക്കെ ഇടണം. ഒരു പ്രാവശ്യം ഞാനിതിവിടെ ഇച്ചിരി വളമൊക്കെ ഇട്ടിട്ട്
നമ്മൾ ഒരു പ്രാവശ്യം വളമിടുന്ന കാണിച്ചു തന്നാ, പക്ഷെ എന്നിട്ടും ഒരു ആരോഗ്യത്തോടെ ഒരു കേറിച്ചയായിട്ടില്ല കേട്ടോ. ഇത് ചട്ടിക്കകത്ത് നിന്ന് കായ്ച്ച മാവാ, നല്ല സൂപ്പർ മാവാ. ഇച്ചിരി താഴ്ച കിട്ടൂ. അതിൻ്റെ കവർ അങ്ങ് കീറിക്കളയുവാണേ. ഇത് ചുമലയാന്നോർത്താണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ദേ ഈ നിൽക്കുന്നതുണ്ടല്ലോ, മുള്ളാത്തയാണിത്. ദേ എൻ്റെ കമ്പേ ചേർന്നൊക്കെ പൂവുണ്ടാകുന്നുണ്ട്. ചെറിയ ചെറിയ കായൊക്കെ അതിലുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ചോട്ടിലെ ആ മണ്ണ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒന്ന് ഞെക്കി ഇളക്കിയിട്ട് അങ്ങോട്ട് വെക്കുക. ഇങ്ങനെ വെക്കുന്നത് ഇത്രയും മതി കേട്ടോ. ഇച്ചിരി വെള്ളം അതിൻ്റെ ചോട്ടിക്ക് വീണ് കിടന്നോട്ടെ. ഇച്ചിരി താന്ന് കിടന്നോട്ടെ. അല്ല, ഇപ്പം ശാലം വന്ന് വെള്ളമായിട്ട് നമുക്ക് മാറ്റി ചെയ്യാം. നമ്മുടേതേ കപ്പളം കണ്ടോ, ഈ പാത്രത്തിനകത്ത് ഇതിനകത്ത് നിന്ന് ഒരു മാവ് നിന്നത് ഉണങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് പുതിയ കപ്പളം നമ്മൾ വെച്ചിട്ട് ഇതേ പൂ വരുന്നുണ്ടോ, ഇതിൻ്റെ പൂ കണ്ടോ, ഇത് വന്ന് നോക്കിയേ. ഇതിന് ആൺകപ്പളമാണോ ഇങ്ങനെ പൂ വരുന്നത്? ഇങ്ങനെ ചിലപ്പം പൂ വരുന്നത് ആൺകപ്പളാന്ന് പറയാം, അറിയത്തില്ല. ഞാൻ വേറൊരു കപ്പളം കൂടെ കാണിക്കാവേ. ബാ, ഇത് കണ്ടോ, ഇതിൻ്റെ കപ്പളങ്ങ ഉണ്ടാകുന്നതിൻ്റെ കളറ് കണ്ടോ. നമ്മൾ ആ കപ്പളം മേടിച്ച കൂട്ടത്തിൽ ഈ കപ്പളവും മേടിച്ചതാണ്. നീ കുഞ്ഞായിരിക്കുമ്പോഴത്താണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണേ. അതുപോലെ നമ്മൾ അന്നേ കുറച്ച് മത്ത, ഇത് കണ്ടോ, മത്തവിത്തെല്ലാം കിളുത്തിട്ടുണ്ട്. പക്ഷേ ഈ പെരുമഴയല്ലേ, ആ മഴയത്ത് അതെല്ലാം പെടന്ന് കിടക്കാം. നമുക്ക് അതിന് ഇച്ചിരി മണ്ണ് കൂട്ടണം. അതുപോലെ നമ്മൾ വെള്ളരിയുടെ വിത്തിട്ടിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇതൊക്കെ കിളുക്കുന്ന കേട്ടോ. ഒന്നും പേടിക്കണ്ട നമ്മളോട് വിത്ത് മേടിക്കുന്നവരെ. ഇതെല്ലാം കിളുത്തിട്ട് പക്ഷെ തൊള്ളി തെറിച്ച് മറിഞ്ഞും ഒക്കെ ആയിട്ട് പോയി. അപ്പം ഇതിന് ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുക്കണം. അതുപോലെ വേറൊരിടത്തും കൂടെ ഞാൻ വെള്ളരി ഇട്ടായിരുന്നു. ചിന്തിരത്തെ നിൻ്റെ കാല് മാറ്റിക്കേ. അയ്യോ ഉണ്ടോ, നിന്നെ കൊണ്ട് വന്ന ഇതുണ്ടോ, എല്ലാം കിളുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണെങ്കിലും പിടിച്ചു കിട്ടിയാൽ മതി നമുക്ക്. ആ മണ്ണിട്ട് കൊടുക്കണം. ഇത് നമ്മൾ അന്നിട്ട ചോളത്തിൻ്റെ വിത്താണേ. ഇതെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ശലം വളം ചെയ്യണം. ഇത് ഇത്രയും ഭാഗം ഈ വീതിയിൽ അങ്ങറ്റം വരെ നമ്മൾ പുല്ലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണേ. ഇപ്പം കണ്ടോ, പുല്ല് കളഞ്ഞാൽ നമുക്ക് തോന്നുമോ, മുഴുവനും പുല്ല് കീറിയിരിക്കും, ഒരു രക്ഷയില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു സാധനമാണേ. ഇത് കൊള്ളാവുമെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പല സാധനങ്ങളും ഇതുപോലെ മേളി പേരയ്ക്കായും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അഴിച്ചിട്ട് ഇത് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കുറച്ചുകൂടെ കയറുമോ? ഇത്രേ ഉള്ളൂ. അയ്യോ, ഇത് അതെന്താ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ബലമില്ലെന്ന് തോന്നുന്നു. വേറെ നല്ല ഈ വയർ ടൈം ഈ സാധനം മേടിക്കണമായിരിക്കും അല്ലേ. ഈ സാധനം വേറെ കിട്ടും. ഇതിപ്പോൾ അത് ഊരിപ്പൊരിയില്ലേ. ഇതേ ഞാൻ ആമസോണിൽ നിന്ന് 400 രൂപ കൊടുത്തിട്ട് മേടിച്ചാട്ടോ. പക്ഷേ ഇതിൻ്റെ ഇതേ ഫിറ്റാകുന്നില്ല, ഉറയ്ക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ പഴം പറിക്കുമ്പോൾ എന്തേ ഇതുപോലെ ഇങ്ങോട്ട് ഊരിപ്പോവും. പക്ഷേ അതിന് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിതേൽ ഉപയോഗിക്കുന്ന ഈ ടൈ ഉണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞേച്ച് വേറെ വെക്കണം. നോക്കട്ടെ ഇതിനകത്തോട്ടെ. എന്നാലും പറ്റത്തില്ല. ഇത് ഇത്രയും വണ്ണത്തിന് ഇത് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടായിട്ട് തുറന്ന സാധനമാണ്. അല്ല, തുറന്നൊന്നും അല്ല, അതിനകത്ത് കാണിക്കുന്നവരുള്ളൂ. അപ്പം എന്തേ ഈ തോട്ടിക്ക് പറ്റത്തില്ല. എല്ലാ തോട്ടിക്കും പറ്റുമെന്നും പറഞ്ഞാൽ നമ്മളിത് മേടിക്കുന്ന കേട്ടോ. അപ്പം ഇതിന് പറ്റത്തില്ല. എൻ്റെ കാശ് പോയെന്നാണ് തോന്നുന്നത്. ഓ, ഇങ്ങനെ എന്തെല്ലാം നഷ്ടങ്ങളാ ജീവിതത്തിലെന്ന്. ഒരെണ്ണയിലും പറിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നിറയെ അതെ നമ്മുടെ ഈ ചതുരപ്പുളി ഉണ്ടോ, നിറച്ച് പൂത്ത് കായ്ച്ചിരിക്കുവാണേ. പലപ്പോഴും ഇതേൽ പഴങ്ങളുണ്ടായിട്ട് നമുക്ക് പറിക്കാൻ പറ്റാതെ താഴെ പോവുക, നടക്കത്തില്ല ഇത് വെച്ചിട്ട്. ഓ, എൻ്റെ കാശ് പോയെന്ന് പറഞ്ഞാൽ മതി. ഇതുപോലത്തെ സാധനം വാങ്ങിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പരിപാടിയിൽ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന്. ഇത്രയും പൈസ കളഞ്ഞല്ലേ നമ്മൾ.
ഏതായാലും തോട്ടിയെ വെച്ചിട്ട് പറ്റിയാലെന്ന് പിടികിട്ടി. അപ്പം ഞാൻ ഇതിനിപ്പോൾ ഇതിലുകൊണ്ട് ഉപയോഗം ഉണ്ടോയെന്ന് അറിയണ്ടേ. ഏതായാലും ഉപയോഗമുണ്ട് കേട്ടോ. കിടുക്കാച്ചിയൊക്കെയാണ്. പക്ഷേ നോക്കാം അപ്പോൾ കെട്ടിവെക്കാൻ പറ്റുമോയെന്നാണ് വേറൊരാളുടെ സംശയം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഏതായാലും പറിക്കാൻ നല്ലതാണ് കേട്ടോ. മോശം പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഇതേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് കളഞ്ഞേച്ച് വേറൊരെണ്ണം വാങ്ങിച്ചിടാവോ എന്ന് ഞാൻ ആദ്യം നോക്കും. പക്ഷെ എന്നാലും നമ്മുടെ തോട്ടി എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ എനിക്ക് വന്ന 12 അടിയുടെ തോട്ടിയാണ് അല്ലേ. 12 അടിയുടെ ഒരു തോട്ടി പണ്ട് മേടിച്ചതാണ്. പക്ഷെ അതിനകത്തെ ഒന്നാമത്തെ പൈപ്പാണോ ഇത്? ഒരു പൈപ്പേ ഉള്ളല്ലേ അകത്തൂടെ. അതിനൊരു രക്ഷയില്ല. ഇതിന് വണ്ണക്കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പറ്റാത്തത്. ഇത് ഞാൻ ഒരു പണിയും കൂടെ നോക്കുന്നുണ്ട്. ഇതുപോലത്തെ സാധനമില്ലേ, ഇതിൻ്റെ പേര് പറയുന്നത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് മേടിച്ചിട്ട് ഇതുപോലെ തോട്ടിയെ പിടിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. തോട്ടിയെ പിടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പെരുമഴ വരാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. പറമ്പിൽ കൂടെ കീരിയും അതുപോലെ വേണ്ട മതിലേക്കൂടെ പോകുന്നുണ്ടോ? കീരിയാണോ ഉടുമ്പാണോ? ഇങ്ങനെ പാഞ്ഞു നടക്കുക. ഒരു ചെറിയ കാടാ ശരിക്കും പറഞ്ഞാൽ. എന്നാൽ പന്നി വന്നിട്ടില്ല കേട്ടോ. അതിന് ഒരു വലിയ ഉപകാരമാണ്. പന്നി ഇതുവരെ ആയിട്ടില്ല.